ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാച്ചൂസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചക്കയും ചക്കക്കുരുവൊക്കെ കൊണ്ടൊരു കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സീസണായി ചക്കയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോഴും വാങ്ങിക്കുന്ന ചക്കയൊക്കെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഇത് നല്ല റേറ്റുമാണ്. അപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച ചക്കയാണ് ഈ കാണുന്നത്. ചക്കക്കുരു സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടതാണ്. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ചക്കയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കെങ്കിലും വാങ്ങിച്ച് തയ്യാറാക്കുക. അപ്പോൾ ഞാൻ ചക്ക വാങ്ങിച്ചതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇതുപോലെ ആക്കി. പിന്നെ തീരെ ചെറുതാക്കിയിട്ടില്ല കേട്ടോ, കുറച്ച് വലുത് തന്നെ. അതായത് ഇതുപോലെയൊക്കെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്, കഴുകിയെടുത്ത്. പിന്നെ വേഗം എളുപ്പത്തിനായിട്ട് ഞാനിത് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ ചക്ക ചേർത്തിട്ട് ഇനി കുറച്ചധികം ചക്കക്കുരു അത് 2 ആക്കി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ തൊലി കളഞ്ഞ് വാങ്ങിച്ച ചക്കക്കുരുവാണ്. അപ്പോൾ ചക്കയും ചക്കക്കുരുവും ഒക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ പുറത്തുനിന്ന് കിട്ടും, നമ്മുടെ വീട്ടിലില്ലെങ്കിലും. അപ്പോൾ അതുപോലെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറിയ രീതിയിൽ മുങ്ങിക്കിടക്കണ പാകത്തിന്. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3 വിസിലിന് ഒന്ന് വേവിച്ചെടുക്കുക. 3 വിസിലിന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വെന്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അധികം ഉടയ്ക്കുന്നൊന്നുമില്ല. ഇനി ഞാൻ തേങ്ങ അരച്ച മിക്സ്, കുറച്ച് തേങ്ങ എടുക്കുക, കുറച്ച് കറിവേപ്പില, 1 പീസ് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷമുള്ള മിക്സാണ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് അളവിൽ കൂടുതൽ നിന്നാൽ നന്നായിരിക്കും, നല്ലൊരു കളറൊക്കെ ആയിരിക്കും. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താലും മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ കളറൊക്കെ കിട്ടാൻ വേണ്ടി, ഓറഞ്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി സത്യം പറഞ്ഞാൽ ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു എരിവും ഇതുപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടാണ് നമ്മുടെ ചക്കയിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും ഒരു 3 വിസിലിന് വെച്ച് കൊടുത്താൽ നമ്മുടെ ചക്കക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുള്ളതുപോലെ ഞാൻ തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി അടപ്പുകൊണ്ട് അടച്ച് നമുക്ക് വിസിലും വെച്ച് കൊടുക്കണം. ഒരു 3 വിസിലിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഒരു 3 വിസിലിന് ശേഷം നമ്മുടെ ചക്കക്കറി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചക്കയും ചക്കക്കുരു എല്ലാം നല്ല ഓവറായിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് നമ്മുടെ ചക്കയുടേത്. ചക്കക്കുരു ചേർത്ത് കാരണം ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. നമുക്കതുകൊണ്ട് ഇതുപോലെ ചക്കക്കറി തയ്യാറാക്കി കഴിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി കാണാത്തവർക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇട്ടത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.